My dear students, applied physics force and measurements and unit we already discussed. This is our module 2 on rotation and motion. Rotation and motion is important topics. Problem sections discuss. Okay. Important topics we already discussed. Circular motion, physical quantities, banking of rod and banking of railway track, parallel and perpendicular axis theorem. This is mainly focus on okay. Physical quantities in circular motion, banking of rod and railway track, then theorems of parallel and perpendicular axis. So, rotational motion important first physical quantity angular displacement theta. Theta is familiar cos theta sin theta. Theta is angular displacement. Linear motion linear displacement angular displacement. Okay, so we have rotational motion and circular motion. Circular motion length angle angle theta and radius and arc arc S this arc this angle then arc and radius that cover body cover distance angular displacement. Okay, circular motion or body cover distance circular path angular displacement. Then angular displacement in SI unit radian അല്ലെങ്കിൽ rad. Okay, നമുക്കറിയാം ഒരു angle എന്ന് പറഞ്ഞാൽ എന്താണ് arc by radius അല്ലേ. അപ്പോൾ ഇവിടെ angle എന്താണ് theta is equal to s by r. s ആണ് നമ്മുടെ arc അല്ലേ, arc by radius. Then നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് radian എന്ന് പറഞ്ഞാൽ 360 by 2 pi ആണെന്നുള്ളത്. Okay, then next വരുന്നതാണ് എന്ത് angular velocity omega. അതിനെ വിളിക്കുന്ന പേര് w എന്നല്ല, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഒമേഗ. നമ്മുടെ linear velocity എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയിരുന്നു. അതേപോലെ ആംഗുലാർ വെലോസിറ്റി എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം. അതായത് ഒമേഗ ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ടി. അതിന്റെ SI യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് അല്ലെങ്കിൽ റാഡ് പെർ സെക്കൻഡ്. Okay, അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞു, ആംഗുലാർ വെലോസിറ്റി കഴിഞ്ഞു. ഇനി ആരാണ് ആംഗുലാർ ആക്സലറേഷൻ ആണ്. നമ്മുടെ ലീനിയർ ആക്സലറേഷൻ എന്തായിരുന്നു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഇവിടെ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആൽഫ. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആണ് എന്ത് ആംഗുലാർ ആക്സലറേഷൻ ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അതേപോലെ ഇക്വേഷൻ ഉണ്ട് എന്താ ഒമേഗ 2 മൈനസ് ഒമേഗ 1. എന്താണ് ഈ ഒമേഗ 2 ഒമേഗ 1? ഫൈനൽ വെലോസിറ്റി, ഫൈനൽ ആംഗുലാർ വെലോസിറ്റി ആണ് ഒമേഗ 2. ഒമേഗ 1 ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. അതിന്റെ SI യൂണിറ്റ് എന്താ റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ. ഡിസ്പ്ലേസ്മെന്റ് ആവുമ്പോൾ റാഡ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആവുമ്പോൾ റേഡിയൻ, ആംഗുലാർ വെലോസിറ്റി ആവുമ്പോൾ റേഡിയൻ പെർ സെക്കൻഡ്, ആംഗുലാർ ആക്സലറേഷൻ ആവുമ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ ഇവർ തമ്മിൽ ചെറിയൊരു റിലേഷൻ ഉണ്ട്. ആരൊക്കെ തമ്മിൽ? നമ്മുടെ ലീനിയർ വെലോസിറ്റി വിയും ആംഗുലാർ വെലോസിറ്റി ഒമേഗയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു SIക്ക് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനും ലീനിയർ ആക്സലറേഷനും ആംഗുലാർ ആക്സലറേഷനും തമ്മിലുള്ള റിലേഷൻ. സംഭവം ഒന്നുമില്ല, നമുക്ക് ഓൾറെഡി അറിയാം ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു S ഡിവൈഡഡ് ബൈ R ആണെന്നറിയാം അല്ലേ. S എന്തായിരുന്നു? What is S? Displacement. Displacement in where equation ഉണ്ടായിരുന്നു V is equal to S by T എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ഉണ്ടായിരുന്നു. അത് കൂടാതെ S is equal to R theta നമുക്ക് എഴുതാം അല്ലെ. S is equal to R theta എന്ന് എഴുതാം. ഏതിൽ കൂടെ അല്ലെ, അതായത് ആംഗിൾ is equal to arc by length ആണെന്ന് നമുക്കറിയാം, S by R ആണെന്ന് അറിയാം. S is equal to R theta എന്നറിയാം. വെലോസിറ്റി ഇക്വേഷൻ V is equal to S by T ആണെന്ന് അറിയാം അല്ലെ. എസിന്റെ അവിടെ എന്തിട്ട് കൊടുക്കുക R theta by T എന്നിട്ട് കൊടുക്കുക. തീറ്റ ബൈ ടി എന്താ ഒമേഗ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? V is equal to R into ഒമേഗ. ഇത്രയേ ഉള്ളൂ, 2 സ്റ്റെപ്പ് കൊണ്ട് കാര്യം കഴിയും. ഇതാണ് എന്ത് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഇതേപോലെ ലീനിയർ ആക്സലറേഷനും ആംഗുലാർ ആക്സലറേഷനും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. എയും ആൽഫയും തമ്മിൽ എന്തുണ്ട്? ഇതേപോലത്തെ റിലേഷൻ ഉണ്ട്. ഓക്കെ, നമുക്കറിയാം A is equal to V2 minus V1 by T. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. V is equal to R omega ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ V1 is equal to R omega 1, V2 is equal to R omega 2. അപ്പൊ എങ്ങനെ എഴുതാം? R into omega 2 minus omega 1 divided by T. R ഔട്ട് സൈഡ് എടുത്ത omega 2 minus omega 1 by T. Omega 2 minus omega 1 by T എന്താ? ആൽഫ. A is equal to R alpha.
അപ്പോൾ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ, ഈസ് ഈക്വൽ ടു ആർ ആൽഫ അല്ലേ. അപ്പോൾ ലീനിയർ ക്വാണ്ടിറ്റീസും ആംഗുലർ ക്വാണ്ടിറ്റീസും തമ്മിലുള്ള റിലേഷനാണ് ലീനിയർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലർ ക്വാണ്ടിറ്റി. എസ് ഈസ് ഈക്വൽ ടു ആർ തീറ്റ, വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ, ഈസ് ഈക്വൽ ടു ആർ ആൽഫ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. ഇനി നെക്സ്റ്റ് ബാങ്കിങ് ഓഫ് റോഡ്. ബാങ്കിങ് ഓഫ് റോഡ് എന്താണെന്ന് അറിയാലോ. നോർമൽ റോഡ്, നമ്മൾ സ്ട്രേറ്റ് ലൈൻ റോഡ്, പിന്നെ ഒരു കൗഡ് ആയിട്ടുള്ള റോഡ് വരുമ്പോൾ ഇന്നർ റോഡ് അല്ലെ ഔട്ടർ റോഡിനെക്കാളും കുറച്ചൊന്ന് പൊന്തിയിരിക്കും. ഔട്ടർ റോഡ് ഇന്നർ റോഡിനെക്കാട്ടിലും ഒന്ന് സ്ലൈറ്റ്ലി റൈസ് ചെയ്തിരിക്കും. അതിനെ പറയുന്ന പേരാണത് ബാങ്കിങ് ഓഫ് റോഡ്. സ്ക്രിഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെക്കാട്ടിലും കുറച്ചൊന്ന് പൊന്തിക്കുന്നതിനെ പറയുന്ന പേരാണത് ബാങ്കിങ് ഓഫ് റോഡ്. ഓക്കെ, അതൊരു നെസസറി ഫിക്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം നമ്മൾ ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത്, ഒന്ന് ലെവലിംഗ് ചെയ്യുന്നത്, ഔട്ടർ എഡ്ജ് ഒന്ന് ഇന്നർ എഡ്ജിനെക്കാട്ടിലും ഒന്ന് പൊങ്ങിച്ചു വെക്കുന്നത്. അതിനും എന്തുണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അവോയ്ഡ് സ്കിഡിങ്, വെയർ ആൻഡ് ടയർ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ബാങ്കിങ് ഓഫ് റോഡ് കൊടുക്കുന്നത്. ആ ബാങ്കിങ് ഓഫ് റോഡിന്റെ ആംഗിൾ തീറ്റ കണക്കാക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മളെ കോസ് കോമൺ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ പഠിച്ചതാണല്ലോ. ഓക്കെ, ഇതിൽ നമ്മൾ എന്തെടുക്കാം, മോളിക്ക് ഒരു എൻ കോസ് തീറ്റ, താഴത്തേക്ക് നമ്മുടെ എം ജി, ദെൻ ഇത് നമ്മുടെ ഈ 3 ആക്സിസ് എടുത്താൽ മതി. ഏത്, ഈ ടി ഷേപ്പിലുള്ള ആക്സിസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇത്രയും ഭാഗം നമ്മൾ നോക്കിയാൽ മതി. മോളിക്ക് എൻ കോസ് തീറ്റ, താഴത്തേക്ക് എം ജി. അതായത് മോളിക്ക് ഒരു നോർമൽ ഫോഴ്സ് ഉണ്ട്. തീറ്റ എടുക്കാൻ കാരണം എന്താ, ഇതാണ് തീറ്റ. ഇത് തീറ്റ ആവുമ്പോൾ ദിസ് ഈസ് ആൾസോ തീറ്റ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, മോളിക്ക് എൻ കോസ് തീറ്റ, താഴത്തേക്ക് എം ജി, സൈഡിലേക്ക് എഫ് കോസ് തീറ്റയും എൻ സൈൻ തീറ്റ. അത് കൂടാതെ വേറൊന്നും കൂടി നമ്മുടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, സെൻട്രിപെറ്റൽ ആക്സിലറേഷനും ഉണ്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സും ഉണ്ട്. ഇവിടെ നമ്മൾ എടുക്കുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്, ഉള്ളിക്കുള്ള ഫോഴ്സ്. ഓക്കെ, ഒരു സർക്കിളിന്റെ റേഡിയസ് കൂടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഉള്ളിക്ക് അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സർക്കുലർ മോഷനിൽ ഉള്ളിക്ക് അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഉള്ളിക്ക് റേഡിയസ് കൂടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടും. എൻ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ജി എന്നും കിട്ടും. എൻ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എം ബി സ്ക്വയർ ബൈ ആർ. എം ബി സ്ക്വയർ ബൈ ആർ എവിടുന്നാ വന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് സി. എന്നിട്ട് രണ്ടിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ 2 ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2. ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും, എൻ സൈൻ തീറ്റ ബൈ എൻ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ബി സ്ക്വയർ ബൈ ആർ ബൈ എം ജി. അതിൽ എമ്മും ക്യാൻസൽ ചെയ്ത് പോയാൽ ലാസ്റ്റ് എന്ത് കിട്ടും, ബി സ്ക്വയർ ബൈ ആർ ജി. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി സ്ക്വയർ ബൈ ആർ ജി. ഇതാണ് എന്ത്, ആംഗിൾ ഓഫ് ബാങ്കിങ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ, റെയിൽവേ ട്രാക്ക്. ഇതേപോലെ തന്നെ ഔട്ടർ റെയിൽ ഇന്നർ റെയിലിനെക്കാട്ടിലും ഒന്ന് സ്ലൈറ്റ്ലി പൊന്തിച്ച് വെക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക്. ആ ഹൈറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്, സൂപ്പർ എലിവേഷൻ. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ ട്രെയിനാണ് അല്ലെ. അപ്പൊ ട്രെയിന് പെട്ടെന്ന് എന്താ പറ്റും, അപകടങ്ങളൊക്കെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഔട്ടർ റെയിൽ ഇന്നർ റെയിലിനെക്കാട്ടിലൊന്ന് പൊന്തിച്ച് വെക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ എലിവേഷൻ. വലിയ സൂപ്പർ എലിവേഷൻ എന്നല്ല, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ലെങ്ത് ആയിരിക്കും അതുണ്ടാവാം. ഓക്കെ, ഇതാണ് എന്ത്, ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക്. ഇതിലും ഇതേപോലെ സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ ഇതിപ്പോ ഒരു റെയിൽവേ ആണെങ്കിൽ ഔട്ടർ റെയിലും ഇന്നർ റെയിലും തമ്മിൽ ഡിസ്റ്റൻസ് തീ തന്നിട്ടുണ്ട്, ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട്, സൂപ്പർ എലിവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എസ് ബൈ ഡി എന്ന് എടുക്കുക. ഓക്കെ, അതിൽ എസ് ഇസ് ഈക്വൽ ടു ഡി സൈൻ തീറ്റ എന്ന് കിട്ടും. ഇതിൽ വളരെ ചെറിയ ആംഗിൾ ആവുമ്പോൾ സൈൻ തീറ്റ എന്താക്കിയിട്ടെടുക്കും, ടാൻ തീറ്റ ആക്കിയിട്ടെടുക്കും. അപ്പൊ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എസ് ബൈ ഡി. നമുക്ക് വേറൊരു ടാൻ തീറ്റ ഉണ്ട്, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡി ബൈ ആർ ജി. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ബൈ ആർ ജി ആണ്, മറ്റേത് എന്താ, എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡി ബൈ ആർ ജി. ഒന്ന് വി സ്ക്വയർ ബൈ ആർ ജിയും പിന്നെ ഒന്ന് വി സ്ക്വയർ ഡി ബൈ ആർ ജി. ഇത് രണ്ടും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അതേപോലെ എസ് എക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ് ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്കും ബാങ്കിങ് ഓഫ് റോഡ്. ദെൻ ഇതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് ഇത് കൂടെ ഒന്ന് ത്രോ ഔട്ട് ചെയ്യുക. ആംഗിൾ കണ്ടുപിടിക്കാനാണ്. റേഡിയസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. അതിന് സ്പീഡിന് തന്നിട്ടുള്ളത് കിലോമീറ്റർ പെർ അവർ ആണ്. അതിന് 5 × 18 ചെയ്തിട്ട് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കി. പിന്നെ ജിയുടെ വാല്യൂ ആയിട്ടുള്ള 9.8 കൊടുത്ത് നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ ഡയറക്റ്റ് വാല്യൂ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ എന്ത് കിട്ടും, ആംഗിൾ കിട്ടും. ടാൻ ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് ടാൻ കൊടുത്താൽ മതി. ഓക്കെ, ഷിഫ്റ്റ് ടാൻ കൊടുത്താൽ എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ് കിട്ടും. ഓക്കെ, അതേപോലെ സൂപ്പർ എലിവേഷനും അതെ, ഡയറക്റ്റ് വാല്യൂസ് ആണ്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സൊല്യൂഷൻ ഈസി ആയിട്ട് കിട്ടും. നെക്സ്റ്റ്
നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഇനേഷ്യ. ഇനേഷ്യ എന്താ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ 1-ൽ. എന്തായിരുന്നു ഇനേഷ്യ? ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെ, ആ ഒരു അവരിരിക്കുന്ന ഒരു സ്റ്റേറ്റിനെ ചേഞ്ച് ഉണ്ടാക്കുകയാണെങ്കിൽ, അതിന് റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെ. ആ ഒരു ടെൻഡൻസി, ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് തുടരാനുള്ള ടെൻഡൻസി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ റൊട്ടേഷൻ മോഷനുള്ള ഇനേഷ്യനെ പറയുന്ന പേരാണത് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ആ റൊട്ടേഷൻ മോഷനിലാണെങ്കിൽ ആ റൊട്ടേഷൻ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിനെ വിളിക്കുന്ന പേരാണത് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതില് നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ, നമ്മളൊരു ബോഡി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആക്സിസ് ഉണ്ടാവും, സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത്. അതെന്ന് പറയുന്നത് അതിന്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആണ്. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ ഒരു ആക്സിസും അതിന്റെ ഒരു മാസിനും അല്ലെങ്കിൽ ഷേപ്പിനും അതിന്റെ മാസിനും ഡിപ്പെൻഡന്റ് ആണ് എന്ത് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു റൊട്ടേഷൻ മോഷനിൽ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഈ ഒരു ഡിസ്റ്റൻസ് ആറും അതിന്റെ മാസിനും ഡിപ്പെൻഡന്റ് ആണ് എന്ത് മൊമെന്റ് ഓഫ് inertia. Moment of inertia കൂടുന്തോറും, greater the moment of inertia of the object, the harder it is to change the rotational state of the object. Moment of inertia കൂടുന്തോറും അവർ ആ ഒരു സ്റ്റേറ്റ്, റൊട്ടേഷണൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. ഓക്കെ, മാസ് കൂടുന്തോറും അവരുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണത്? I is equal to mr square. Okay, product of mass of the particle and square of the distance of the body from the axis. ഈ ഒരു ഡിസ്റ്റൻസും മാസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal to mr square കിട്ടും. ഓക്കെ, മാസിന്റെ യൂണിറ്റ് അറിയാലോ കിലോഗ്രാം, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് അറിയാലോ മീറ്റർ. ഇവിടെ r സ്ക്വയർ ആയതുകൊണ്ട് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് എന്ത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പാർട്ടിക്കിൾ. Okay, as a unit of moment of inertia of a particle, kilogram meter per square. Moment of inertia is equal to I is equal to mr square. Okay, അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടർ, ഒന്ന് അതിന്റെ മാസും പിന്നൊന്ന് അതിന്റെ ഡിസ്റ്റൻസും. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ദെൻ നെക്സ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അത് നിങ്ങളിപ്പോൾ ഒരു പുസ്തകം കയ്യിലെടുക്കുകയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലോബ് കയ്യിലെടുക്കുകയാണ്, അതിൽ കുറെ കൺട്രീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഓരോന്നിനും ഓരോരോ മാസാക്കി കണക്കാക്കുകയാണെങ്കിൽ അവർക്കെല്ലാം ഓരോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ റേഡിയസ് ഗൈറേഷൻ എന്ന് പറയുന്നത് അതെല്ലാത്തിന്റെ മാസും പിന്നെ എന്ത് ചെയ്യണം, എല്ലാത്തിന്റെ ആ ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യയും കൂടി ആഡ് ചെയ്തതാണ് എന്ത് radius of gyration. Okay, distance from the axis of the mass point whose mass is equal to mass of the whole body and whose moment of inertia is equal to moment of inertia of the whole body about that axis. Okay, then ഇതിലും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എഫക്റ്റീവ് ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ എടുക്കുക, അതേപോലെ എഫക്റ്റീവ് മാസ് ആണ് നമ്മളിവിടെ എടുക്കുക. ഈ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആക്സിസ് ഉണ്ട്, സർട്ടൻ ഡിസ്റ്റൻസിൽ എം ഉണ്ടെങ്കിൽ ഈ കെ എന്ന് പറയുന്നതാണ് എന്ത് റേഡിയസ് ഓഫ് ഗൈറേഷൻ, അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ കെ. ഓക്കെ, സോ ഇവിടെയും ഒരു ഇക്വേഷൻ ഉണ്ട്. I is equal to mr square എന്ന് പറയുന്ന മാതിരി I is equal to mk square. K ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. K is equal to root of I divided by m. ഓക്കെ, അതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ യൂണിറ്റ് ആണ് മീറ്റർ. അതിന്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, പിന്നൊന്ന് പൊസിഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ രണ്ട് സാധനത്തിനെയാണ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിപ്പെൻഡ് ചെയ്യാം. ദെൻ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം, ആദ്യത്തെ പാരലൽ ആക്സിസ് തിയറം. ഇതൊരു റിജിഡ് ബോഡിയാണെന്ന് കൺസിഡർ ചെയ്തോ, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ ഒരു ആക്സിസ് കടന്നു പോകുന്നുണ്ട്, സർട്ടൻ ഡിസ്റ്റൻസിൽ വേറൊരു ആക്സിസ് കടന്നു പോകുന്നുണ്ട്. അതിന് ഞാൻ പേര് കൊടുത്തു CD. ഒന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പാസ് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിന് ഞാൻ IG, മൊമെന്റ് ഓഫ് ഇനേഷ്യ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഒന്ന് ഞാൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ I എന്നും കൊടുത്തു വിചാരിച്ചോ. അവരുടെ ഡിസ്റ്റൻസ് ഉണ്ട്, അത് ഞാൻ A ആയി എടുക്കുകയാണെങ്കിൽ നമ്മുടെ I കണ്ടുപിടിക്കാൻ, ഓക്കെ, I കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത് IG പ്ലസ് MA സ്ക്വയർ. ഇത്രയേ ഉള്ളൂ എന്ത് പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, റിജിഡ് ബോഡി ഉണ്ട്, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ ഒരു ആക്സിസ് പാസ് ചെയ്ത് പോകുന്നു, അത് സർട്ടൻ ഡിസ്റ്റൻസിൽ വേറൊരു ആക്സിസ് ഇരിക്കുകയാണെങ്കിൽ ഈ ആക്സിസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത് IG പ്ലസ് MA സ്ക്വയർ. IG എന്താ? പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. M എന്താ? മാസ്. A എന്താ? സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ്. A എന്ന് പറഞ്ഞ രണ്ടിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതിന്റെ സ്ക്വയറും കൂടി ചെയ്തതാണ് എന്ത്
പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്, ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, 7 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ സെക്കൻഡ് തിയറം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇപ്പൊ ഒരു പ്ലെയിൻ ഓഫ് ലാമിന, ഇപ്പൊ 3 ആക്സിസ് ഉണ്ട്, IX, IY, IZ എന്ന് പറഞ്ഞിട്ടുള്ള 3 ആക്സിസ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബാക്കി 2 എണ്ണം കൂടിയിട്ട് ആഡ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ റിജിഡ് ബോഡി ഉണ്ട്, ആ റിജിഡ് ബോഡിയിൽ 3 പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ഉണ്ട്. ഓക്കെ, 3 എണ്ണം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി ആണ്. അതിലത്തെ ഒരു ആക്സിസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബാക്കി 2 എണ്ണം കൂടിയിട്ട് ആഡ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ എന്ത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓക്കെ, 2 എണ്ണത്തിന് ഇന്റർസെക്ഷൻ ആയിട്ട് വേറെ ഒന്ന് പാസ് ചെയ്ത് പോവാണ് വിത്ത് മ്യൂച്വൽ പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ ഇതിന്റെ ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബാക്കി 2 എണ്ണം കൂടിയിട്ട് ആഡ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ എന്ത് പെർപെൻഡിക്കുലർ ആക്സിസ്. ഞാനിത് കോംപ്ലക്സ് ആയിട്ട് പറയുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകുന്നത്. ദെൻ കുറച്ച് ഷേപ്സ് തന്നിട്ടുണ്ട്, റിജിഡ് ബോഡീസ് തന്നിട്ടുണ്ട്. ആ ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആദ്യത്തെ എന്താ, യൂണിഫോം റോഡ്. ഇതെല്ലാം 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. യൂണിഫോം റോഡ് ആണെങ്കിൽ I is equal to ml²/12. റിംഗ് ആണെങ്കിൽ I is equal to mr². സർക്കുലർ ഡിസ്ക് ആണെങ്കിൽ mr²/2. ഓക്കെ, ഈ 3 എണ്ണം ഓർത്ത് വയ്ക്കുക. അത് കൂടാതെ 2 എണ്ണം കൂടിയുണ്ട്, ഒന്ന് സ്ഫെറിക്കൽ സോളിഡ് സ്ഫിയർ, നമ്മുടെ ഷോർട്ട് പുട്ടൊക്കെ. ഓക്കെ, അത് കണ്ടുപിടിക്കാനാണെങ്കിൽ 2/5 mr². ഇനി ഹോളോസ്ഫിയർ ആണെങ്കിൽ 2/3 mr². അത് മാറിപ്പോകരുത്. ഹോളോസ്ഫിയർ ആണെങ്കിൽ 2/3, സോളിഡ് സ്ഫിയർ ആണെങ്കിൽ 2/5 mr². ദെൻ ടോർക്ക്. ടോർക്ക് എന്താണെന്നറിയോ, നമ്മുടെ മൊഡ്യൂൾ 1 നമ്മൾ ഫോഴ്സ് പഠിച്ചില്ലേ, അതേപോലെ റൊട്ടേഷൻ മോഷനിൽ ഫോഴ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, ടോർക്ക്. പ്രൊഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ടോ ഈസ് ഈക്വൽ ടു R × F. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജനലും വാതിലൊക്കെ എടുക്കുകയാണെങ്കിൽ നടുവിൽ എന്തുണ്ടാവും, അതിന്റെ ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരു എന്താ പറയാ, ഇങ്ങനത്തെ മോഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് ഓസിലേഷൻ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു മോഷനെ പറയുന്ന പേരാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വാതിലൊക്കെ തുറക്കുമ്പോൾ അല്ലെ, അതേപോലത്തെ സംഭവമാണ് എന്ത്, നമ്മുടെ ടോർക്ക് എന്ന് പറയുന്നത്, ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അതാണ് എന്ത്, ടോർക്ക്. ഓക്കെ, ടോർക്കിന്റെ ഇക്വേഷൻ ആണ് ടോ ഈസ് ഈക്വൽ ടു F × R. ഈ സാധനത്തെ വിളിക്കുന്ന പേരാണ് ടോ. ഓക്കെ, ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് × പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അതിന്റെ യൂണിറ്റ് എന്താ, ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആണ് ഫോഴ്സിന്. ഓക്കെ, ലീനിയർ മോഷനിലെ ഫോഴ്സിന് ഇക്വലന്റ് ആണ് എന്ത്, ടോർക്ക് എന്ന് പറയുന്നത്. അതും ആംഗുലർ റിലേഷനും തമ്മിലൊരു ഇക്വേഷൻ ഉണ്ട്. ടോ ഈസ് ഈക്വൽ ടു I∠α ഒരു റിലേഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം ടോ ഈസ് ഈക്വൽ ടു R × F, F ഈസ് ഈക്വൽ ടു M × A. എയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ A ഈസ് ഈക്വൽ ടു R∠α. അത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ടോ ഈസ് ഈക്വൽ ടു M × R × alpha × R. Then tau is equal to mr²α. I is equal to mr² ആണ്. So tau is equal to I∠α. ഇത് ഇമ്പോർട്ടന്റ് ആണ്, 7 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എന്താ, ടോ ഈസ് ഈക്വൽ ടു F × R. F എന്ന് പറഞ്ഞാൽ M × A. അത് അവിടെ ഇട്ട് കൊടുത്തു. എയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ R × α, അത് ഇട്ട് കൊടുത്തു. അപ്പൊ 2R R². അപ്പൊ ടോ ഈസ് ഈക്വൽ ടു mr²α എന്ന് കിട്ടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ mr² ആണ്. സോ ടോ ഈസ് ഈക്വൽ ടു IR. അതായത് സ്റ്റെപ്പ് ആയിട്ട് പോകുന്ന കുറച്ച് ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ഒരു ചെറിയ ഡെറിവേഷൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ദെൻ നമ്മുടെ ആംഗുലാർ മൊമെന്റം, ലീനിയർ മൊമെന്റം P is equal to M × V എന്ന് പറയുന്ന മാതിരി ഇവിടെ ആംഗുലാർ മൊമെന്റം L is equal to I⍵. ഇവിടെ എമ്മിന്, അതായത് മാസിനെ റിപ്ലേസ് ചെയ്തിട്ടാണ് അത് വരുന്നത്, മൊമെന്റ് ഓഫ് ഇനേഷ്യ വരുന്നത്. ലീനിയർ വെലോസിറ്റിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ആംഗുലാർ വെലോസിറ്റി വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ യൂണിറ്റ് ജൂൾ സെക്കൻഡ് അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ (10⁻⁻⁻). ദെൻ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. നമ്മൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിൽ 0 ആണെങ്കിൽ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ നെറ്റ് ടോർക്ക് ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നത് 0 ആണെങ്കിൽ അവിടുത്തെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, നോട്ട് external torque acts on a system, the total angular momentum of the system remains constant. അതായത് അവിടുത്തെ L is equal to I⍵ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ ലീനിയർ മോഷനും റൊട്ടേഷനും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ലീനിയർ മോഷനിൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ റൊട്ടേഷൻ മോഷനിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ലീനിയർ മോഷനിൽ ലീനിയർ വെലോസിറ്റി ആണെങ്കിൽ റൊട്ടേഷൻ മോഷനിൽ ആംഗുലർ വെലോസിറ്റി, ലീനിയർ മോഷനിൽ ലീനിയർ ആക്സിലറേഷൻ A ആണെങ്കിൽ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ. ഇവരെല്ലാം SI യൂണിറ്റും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇവിടെ മാസിനെ റിപ്ലേസ് ചെയ്തിട്ടാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ വരുന്നത്, അത് മറക്കരുത്.